Hey guys, welcome back to my channel. I know ആറ്റുവൽ പൊങ്കാല കഴിഞ്ഞിട്ട് കുറേ നാളായി, ബട്ട് ഫൈനലി ഹിയേഴ്സ് മൈ പൊങ്കാല വ്ളോഗ്. ആറ്റുവൽ പൊങ്കാല എല്ലാ തവണയും നമ്മുടെ കണ്ണമൂല തന്നെയാണ് ഇടുന്നത്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. സോ എല്ലാം വെരി വെൽ പ്ലാൻഡ് ആണ്. സോ ഞാനും സിസ്റ്ററിലോയും രാവിലെ തന്നെ വല്യമ്മയുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പോയി. സോ ഞാനും ഐഷു അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഓരോ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ വല്യമ്മ, അച്ഛൻ, പിന്നെ ധ്രുവി ഇവരെല്ലാവരും കൂടെ ഇരുന്ന് നമ്മുടെ തെരളിയപ്പം ഉണ്ടാക്കുമായിരുന്നു. സോ ഞാനും അതിൻ്റെ കൂടെ കയറി ഹെൽപ്പ് ചെയ്യാനായിട്ടിരുന്നു. പൊങ്കാല ഇടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ടാണ് വന്നത്. വന്നുടനെ നമ്മുടെ പൊങ്കാല കലത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചു. സാധാരണ എല്ലാവരും അരക്കലം വെള്ളമാണ് വയ്ക്കുന്നത്. ഞാനൊരു 3/4 വയ്ക്കാറുണ്ട്. കാരണം എൻ്റെ ഉരുളിയിൽ ഇടുന്നതുകൊണ്ട് തന്നെ തിളച്ചു മറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ആറ്റുവൽ പൊങ്കാല എനിക്ക് എപ്പോഴും ഓണത്തിൻ്റെ ഒരു ഫീലാണ് തരുന്നത്. കാരണം എല്ലാവരും കാണും, കസിൻസ് ആയാലും അങ്കിൾസ്, ആൻറ്റ്സ്, പിന്നെ നമ്മുടെ നെഫ്യൂസ്, നീസസ് എല്ലാവരും ഒരുമിച്ച് കാണും. സോ അതൊരു ആഘോഷം പോലെയാണ് ഞങ്ങൾക്ക്. പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വല്യമ്മ വിളക്കൊക്കെ കത്തിച്ച് നല്ല ഒരുക്കി ഇതായിട്ട് വെച്ചു. കാരണം അപ്പോഴേ നമ്മൾ ഈ കൊട്ടും മേളമൊക്കെ കേട്ടായിരുന്നു. കാരണം ചെണ്ടമേളക്കാർ ആദ്യമേ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ചെണ്ടമേളത്തിൻ്റെ പിറകെ തന്നെ നമ്മുടെ പൊങ്കാലയ്ക്ക് തീ കൊളുത്താനായിട്ട് അവരിങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ പൊങ്കാല തുടങ്ങി നമ്മുടെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു. എന്നിട്ട് അത് 3 പ്രാവശ്യം വലം വെച്ചിട്ട് നമ്മുടെ പൊങ്കാല കലത്തിൽ വലം വെച്ചിട്ട് അതിലിട്ടായിരുന്നു. ഇത്തവണ തിളച്ചു മറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് തിളച്ചത്, ദൈവത്തിനൊന്ന് പ്രാർത്ഥിച്ച്. ശർക്കര പായസം ഇടുന്നതുകൊണ്ട് തന്നെ അരി തിളച്ചതും ഞാൻ ഉടനെ ശർക്കര കുറേ ഇട്ടായിരുന്നു. എന്നിട്ട് ഒന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയപ്പോൾ കശുവണ്ടി, പിന്നെ മുന്തിരിങ്ങ ഇതെല്ലാം ഇട്ടു. ഏലക്ക പൊടിയും ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂകിയായിരുന്നു. സോ പൊങ്കാല ഇട്ട് കഴിഞ്ഞതും ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സദ്യ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ പോയി ഊണ് ഇങ്ങനെ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞതും ഞങ്ങൾ ഈ കസിൻസ് എല്ലാവരും കൂടെ ചുമ്മാ ഒരു വീഡിയോ, ഫോട്ടോസ് ഇതെല്ലാം ഇങ്ങനെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇതേ ഒരു ഫൺ റീലിന് വേണ്ടി നമ്മുടെ രാര വേണു എന്നുള്ള സോങ് മിസ്റ്റർ ബട്ട്ലറിൽ പാടിയായിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ എല്ലാ കലാപരിപാടി കഴിഞ്ഞതും പൊങ്കാല നേദിക്കാൻ സമയമായി. രാവിലത്തെ പോലെ തന്നെ ചെണ്ടമേളമാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ കൊട്ടും കുരവയും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുമേനി ബാക്കിൽ നിന്ന് വന്നായിരുന്നു. പോറ്റി എല്ലാ പൊങ്കാലയും ഇങ്ങനെ നേദിച്ച് പോയി. പൊങ്കാല നേദിച്ചു കഴിഞ്ഞതും എല്ലാ കലവും കൂടെ എടുത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചായിരുന്നു. എന്നിട്ട് എല്ലാവർക്കും എല്ലാ ഐറ്റംസും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി. സോ അങ്ങനെ ഒരു ആറ്റുവൽ പൊങ്കാല കൂടി ഇതായി കഴിഞ്ഞിരിക്കുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വ്ലോഗ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in my next video. Bye guys.